ഞാനും തട്ടി വിളിച്ചെന്നുള്ളത് എണീക്കണം നവാസെ. അപ്പം എന്ന് വെച്ചാൽ ഒരാൾ താഴെ കിടക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്നേഹം എല്ലാവർക്കും പോകണ്ടേ, വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണേ. അപ്പം അത് ശശിയേട്ടൻ പറഞ്ഞു. ശശിയേട്ടൻ പിന്നെ അങ്ങനെ സൈലൻ്റായി. ഒരു ചിരിയും ഒരു വിളിയുടെ ടോണ് ആരെയും ഈവൺ ഒരാളെ അല്ല, നവാസിനെ അറിയുന്ന ആളുകളെല്ലാം പറയുന്ന സംഭവം ഇത് തന്നെയായിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നവാസിനെ അറിയും. അത് ഇന്നും അത് ഒരിക്കലും ആള് പോയിട്ടില്ല, പോകാൻ പറ്റില്ല. നവാസ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എത്രയോ പോലെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, സമാധാനിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് മുകളിൽ ദൈവം കൊടുക്കും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇന്നും നിൽക്കുന്നത്. എന്താണോ ദൈവം ചില സമയങ്ങളിൽ ഇങ്ങനെ ചെറിയൊരു തമാശ കാണിക്കുന്നതാണോ, ഞങ്ങൾ തമാശക്കാരായതിൻ്റെ പേരിലാണോ എന്ന് അവരെ സംശയിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എന്നൊരു സാധനം അടിവരെ പറയാൻ ഈ മനുഷ്യൻ ഇട കൊടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങരുടെ ഡെഡിക്കേഷൻ, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക, അത് വേദിയിൽ അവതരിപ്പിക്കുക, മറ്റുള്ളവർ വന്ന് ചെയ്യുന്നതിന് മുമ്പേ അത് ചെയ്ത് കയ്യടി മേടിക്കുക. അതിന് എന്ത് എഫർട്ടും നവാസ് എടുക്കും. നവാസ് അന്നും ഇന്നും ഒരു ചുള്ളൻ തന്നെയായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര കൊതി തോന്നുന്നുണ്ട്. അല്ല, ഞാനിത് പറയുന്നവരല്ല, എൻ്റെ മുടിയൊക്കെ പോയി ആകിയതായിട്ടൊക്കെ ഇങ്ങനെ പോയെങ്കിലും ഞാൻ ഇടയ്ക്ക് എന്തൊരു വൃത്തി, എന്ത് കാര്യത്തിനും അതിൻ്റെ കാര്യങ്ങൾ പാലിച്ചു പോകുന്നൊരു വ്യക്തിത്വം. നവാസിനെ ഉൾപ്പെടുത്തിയിട്ടൊരു ഷോ ഈ സെപ്റ്റംബർ 9-10 പോകാനിരിക്കുന്നത്. അപ്പം എന്നെ വിളിച്ചിരുന്നു, പോകട്ടോ UK. അപ്പം എൻ്റെ മകൾ അവിടെ ഇട്ടാ ഒരു പാസ് കൊടുത്തേക്കണേ എന്ന് പറയുമ്പോൾ എന്താ മൂത്താപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ വെച്ചതാ. മനുഷ്യരെ നമ്മൾ അങ്ങനെ ആയിരിക്കണം, ജീവിക്കേണ്ടതും ഇവിടുന്ന് വിട പറയേണ്ടതും അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കണം. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു വിഷമം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെക്കുറിച്ച് ഓർത്തായിരിക്കും പുള്ളിയുടെ വിഷമം ഇപ്പം. ഹരിശ്രീ മാർട്ടിൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ നവാസിക്കയുടെ ഓർമ്മകളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, നവാസിക്കയുടെ അവിടെ വന്നപ്പോൾ, പള്ളിയിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു രംഗം, ചേട്ടൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു രംഗമാണ്. ശരിക്കും ആ ഒരു വേർപാട് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സൗഹൃദം. നവാസ് എന്ന് പറയുമ്പോൾ ഓർമ്മകളിൽ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങരുടെ ഡെഡിക്കേഷൻ, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക, അത് വേദിയിൽ അവതരിപ്പിക്കുക, മറ്റുള്ളവർ വന്ന് ചെയ്യുന്നതിന് മുമ്പേ അത് ചെയ്ത് കയ്യടി മേടിക്കുക. അതിന് എന്ത് എഫർട്ടും നവാസ് എടുക്കും. മാത്രമല്ല ഫാമിലി, ഇത്രയും നല്ലൊരു ഫാമിലി, രഹനയാണെങ്കിലും കുഞ്ഞുമക്കളാണെങ്കിലും ഇപ്പം അറിവെച്ച പിള്ളേർ. അപ്പം അതിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നും ഉണ്ട് എന്ന് വിശ്വസിച്ച് ഈ സമയത്തും പുറത്തിറങ്ങുമ്പോഴും ഒരു മനസ്സിലങ്ങനെ പഠിച്ചവൻ്റെ വാങ്ങുകയൊക്കെ ഉണ്ട്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ആ സ്നേഹം. പിന്നെ നവാസിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷത്തെ കാലം അതിന് മുമ്പുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം അത്രയും പരിചയമുണ്ട്. കാരണം അന്ന് നവാസ് അന്നും ഇന്നും ഒരു ചുള്ളൻ തന്നെയായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര കൊതി തോന്നുന്നുണ്ട്. അല്ല, ഞാനിത് പറയുന്നവരല്ല, നവാസ് കേട്ടാണെന്നില്ല. എൻ്റെ മുടിയൊക്കെ പോയി ആകിയതായിട്ടൊക്കെ ഇങ്ങനെ പോയെങ്കിലും ഞാൻ ഇടയ്ക്ക് എന്തൊരു വൃത്തി, എന്ത് കാര്യത്തിനും അതിൻ്റെ കാര്യങ്ങൾ പാലിച്ചു പോകുന്നൊരു വ്യക്തിത്വം. ആ കുടുംബത്തിലെ നവാസാണെങ്കിലും നിയാസാണെങ്കിലും ഇളയാൾ നിസാമുണ്ട്, അത്രയും പരിചയമുണ്ട് എനിക്ക്. അപ്പം ആ ഒരു ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ നവാസിനെ മറക്കാൻ പറ്റുക? എനിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഭയങ്കര ചുള്ളനായിരിക്കുന്നത്, അസൂയ തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എന്താ ഇതിന്റെ രഹസ്യം? അപ്പൊ ചിരിച്ച മുഖത്തോട് തള്ളിക്കളയും. കാരണം ഞാൻ ശരിക്കും ഒരു ചേട്ടനാണ് നവാസിന്റെ ചേട്ടൻ എന്ന് പറയും. ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, മായ എന്ന് പറയും. അതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ നാദർഷയാണ്. പിന്നെ സെക്രട്ടറി ഷാജോൺ.
പിന്നെ ബാക്കിയുള്ളവരെല്ലാം അതിനകത്തുണ്ട്. ട്രഷറർ ഇപ്പോൾ പ്രചോദാണ്. അപ്പോൾ ഞങ്ങളിത് രൂപീകരിക്കുന്ന സമയത്ത് മുതൽ ഉള്ള ആളാണ്. ടിനി ടോമാണ് അതിൻ്റെ സംഘാടകനായിട്ട് തുടക്കത്തിൽ വന്നത്. ആ ഒരു എന്താ പറയുക, ഈ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കും ഞങ്ങളിപ്പോൾ. നമുക്ക് വേണമെങ്കിൽ ഞാൻ ആ യോഗത്തിന് വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറിയിരിക്കും. പക്ഷേ നമ്മൾ ചെല്ലുന്നറിയാമോ, കുറേ വിശേഷങ്ങൾ അറിയാനും യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയാനും മാത്രമല്ല, അതിൽ കൂടുതൽ ഉപരി ഇവരുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് തിരിച്ചു പോരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴും പോകും, ഞാൻ മുടക്കാറില്ല. വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചേക്കേറി ആലുവയ്ക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ തറവാട് ആലുവയില, അശോകപുരം എന്ന് പറയും. അപ്പം എന്നെ വിളിച്ചു പറയും, ഞങ്ങൾ ആലുവയ്ക്ക് താമസം മാറിയാണ്, അവിടെ നിന്ന് വീട് കൊടുത്തു, എല്ലാം ക്ലിയറായി, ഞങ്ങൾ ഒരുമിച്ച് പോരെയെന്ന്. അപ്പോൾ മാട്ടിച്ചൻ്റെ നാട്ടിലേക്കാണ് വരെയാണ്, ആലുവയ്ക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറയും, മക്കളെ സ്വാഗതം, സന്തോഷം. അങ്ങനെ നവാസ് ചൂണ്ടിയിൽ ഫസ്റ്റ് ടൈമിൽ വീട് വെക്കുന്നു. അതായത് നമ്മുടെ ആലുവ പെരുമ്പാറ റൂട്ടിൽ പോണ സമയത്ത് ചൂണ്ടി ലെഫ്റ്റ് പോകും, ചൂണ്ടിയിൽ നിന്ന് പുക്കാട്ടുപടി റൂട്ട് റൈറ്റ് തിരിയും, പെരുമ്പാവൂർ റോഡ് ഇങ്ങനെ നടക്കും. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാൻ പോയിരുന്നു, ഹൗസ് വാമിങ്ങിന് പോയിരുന്നു. അന്ന് പോലുള്ള ബന്ധങ്ങളാണേ. അപ്പോൾ വീട് അപ്പം അതിന് ശേഷം പറ്റിയെന്ന് വെച്ചാൽ, അവിടെ നിന്ന് എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആവേണ്ടി വന്നു അവിടുന്ന്. അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്ന വീട് ഞാൻ മേടിക്കണം. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചു, പറ്റിച്ചല്ലേ ഞങ്ങളാ? എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മാട്ടി ഞാൻ അങ്ങോട്ട് പോയില്ലേ. അതെങ്ങനെ മനസ്സിൽ കിടക്കണ്ടേ. അപ്പം മാത്രമല്ല, അവിടെ നിന്ന് ആ വീടെ കൊടുത്തു. അപ്പം പിന്നെ ആ വീട്ടിൽ പിന്നെ രഹന എന്ന് പറഞ്ഞാൽ അറിയാം, പുള്ളിക്കാരത്തി ഡിസൈനറും എന്താണ് അതിന് പറയുക, ബ്യൂട്ടി ക്യൂ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ആ വീട്ടിൽ തുടങ്ങിയ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ബ്യൂട്ടി പാർലറുണ്ട്, മറ്റേ ഡ്രസ്സ് ലേഡീസിന്റെ മാത്രം ബ്യൂട്ടി ക്യൂ എന്ന് പറയും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈഫിന്റെ ഒരു മേഴ്സി എന്നാണ്, ചേച്ചിക്ക് എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടാ എന്ന് പറയും. ഞാൻ തീർച്ചയായിട്ടും വരാതൊക്കെ അങ്ങനെ സംസാരിച്ചു. അതിന് ശേഷമാണ് ആള് 4-ാം മൈലിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഓർമ്മകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോഴാണ് ഇത്രയും സംസാരിച്ചത്. മാത്രമല്ല, എനിക്ക് രഹന എന്ന് പറയുന്നത് ഞാൻ ഒപ്പം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് രഹനയായിട്ട്. അന്ന് നവാസ് വിവാഹിതനല്ല. അപ്പൊ നമ്മുടെ മരിയ പാർക്ക് എന്ന് പറയും പാലരുടത്ത്, അതൊക്കെ ഇപ്പൊ ഇന്ന് പൊളിച്ച് കളഞ്ഞു. ആ സമയത്ത് രഹനയുടെ ടാലന്റ് ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട്. ഞങ്ങൾ ഒരുമിച്ച് സീരിയലുണ്ടായിരുന്നു. അതിനുശേഷം വിവാഹിതനാവുന്നു. മാത്രം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, അന്ന് രഹനയുടെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഹസനാലിക്ക, കൊച്ചിയാണ്, നാടക നടനാണ്. ഈ സിംഗിൾ നാടകമൊക്കെ നവാസ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചങ്ങമ്പുഴ പാർക്കിൽ കളിക്കുമ്പോൾ എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഒത്തിരി നാടകക്കാർ പരിചയമുള്ള എൻ്റെ പേരിൽ ഹസനാലിക്ക കാണുമ്പോൾ, ആലോചിച്ച് കാണുമ്പോൾ ഓടി വന്ന് വിശേഷങ്ങളെ ചോദിക്കും. ഞാൻ തിരിച്ച് വിശേഷങ്ങൾ അവിടെ ചോദിക്കുക. എന്താണ് കല്യാണം നടത്തുമ്പോൾ ചേട്ടനോടാണോ നവാസിനെ കുറിച്ച് ചോദിച്ചേ? ഏതാ രഹന ചേച്ചിയുടെ അച്ഛൻ? അല്ല ഇങ്ങനെ ആ സംഭവം നടന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം നവാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, വേറൊന്നുമല്ല, അത്രയും നല്ല ക്ലിയർ മാൻ എന്ന് പറയാം സത്യം പറഞ്ഞാൽ. അതിനുശേഷമുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നത്, വേറെ നല്ല മരിക്കുന്നതിന് മുമ്പ് നട്ട്, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് സൗദി പോയെങ്കിലോ എന്ന് ചോദിച്ചാൽ അടുത്ത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പോവാം. അങ്ങനെ നവാസ്, നിയാസ്, ഞാൻ, പിന്നെ 2 വേറെ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പേര് പെട്ടെന്ന് ഓർമ്മയില്ല, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളാണ്. അവരായിട്ട് സൗദിയിൽ ഷോ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുകയായിരുന്നു നവാസ്. അങ്ങനെ പോയി ഷോ, നല്ല സക്സസ്ഫുൾ ഷോ ആയിരുന്നു. തിരിച്ചു വന്നു. അപ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ആരോടും പറയും, സിനിമാക്കാരോട് ഞാൻ പറയും, ഇടയ്ക്കൊന്ന് ഓർത്തേക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം നമ്മളിങ്ങനെ പറയണമല്ലോ. തീർച്ചയായിട്ടും മൂത്താപ്പൂ ഇല്ലാണ്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞു ഓർത്ത് വിളിക്കുന്ന ഒരാളാണല്ലേ? തീർച്ചയായിട്ടും. മനത്തിന് മുമ്പ് ഇപ്പൊ ഇന്ന് ഈ നമ്മൾക്ക് വരുന്ന ഒരു മലയാളികളുടെ മെയിൻ ഫെസ്റ്റിവലാണുള്ള ഓണം. അപ്പൊ ഇന്ന് ഓണത്തിന്റെ പ്രോഗ്രാമിന് UK പോകേണ്ട ആളാണ് നമ്മുടെ നവാസ്. ഇപ്പൊ അവിടെ എല്ലാം പോസ്റ്ററും കാര്യങ്ങളും എല്ലാം. അത് കലാഭവൻ ദിലീപ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങേരുടെ നേതൃത്വത്തിൽ, അദ്ദേഹം ഒരു ഡയറക്ടറും കൂടിയാണ്, നല്ലൊരു മിമിക്രിക്കാരൻ കൂടിയാണ്. ആ ദിലീപിന്റെ കെയർ ഓഫിൽ നവാസിനെ ഉൾപ്പെടുത്തിയിട്ടൊരു ഷോ ഈ സെപ്റ്റംബർ 9-ഓ 10-ഓ പോകാനിരിക്കുന്നത്. അപ്പം എന്നെ വിളിച്ചിരുന്നു, പോകട്ടോ UK. അപ്പം എൻ്റെ മകൾ അവിടെ ഉണ്ടിട്ടാ, ഒരു പാസ് കൊടുത്തേക്കണേ എന്ന് പറയുമ്പോൾ എന്താ മൂത്താപ്പോ അങ്ങനെ പറയാം. അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ വെച്ചതാ.
അപ്പം ഞാൻ ഇങ്ങനെ അതാണ് എന്നെ നീണ്ടു പോയോന്ന് എനിക്കറിയില്ല. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞതൊന്നുമല്ല. അത്രയും നല്ല ഒത്തിരി സ്നേഹം. അത് അസാധ്യമായിട്ട് പാടും. ഓരോ എന്താണ് സ്റ്റാറുകളുടെ ശബ്ദങ്ങൾ ഡിറ്റോ ആയിട്ട് ചെയ്യുന്നത്. അത് വെറുതെ നമുക്ക് കേട്ട് വെറുതെ പറയാനല്ല, അത് ക്ലാരിഫൈ ചെയ്ത് അത് പക്കയാണോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുന്നൊരു എൻ്റെ ഒരു അനിയൻ. അത് ഒരിക്കലും എനിക്ക് മനസ്സിന് പോവില്ല. എപ്പോഴായിരുന്നു ചേട്ടൻ അറിയുന്ന ഈ ഒരു വാർത്ത ഇങ്ങനെ മരണപ്പെട്ടു? ഞാനിതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ വർക്കുകൾ, കുഞ്ഞു വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ എപ്പോഴും ടി വി വെക്കാറുണ്ട്. ഞാൻ ന്യൂസാണ് മെയിനായിട്ട്, എൻ്റെ മെയിൻ ചാനൽ ന്യൂസ് തന്നെയാണ്. അവർ പോയി ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ചോറ്റാനിക്കരയിൽ വെച്ചെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ അടക്കല്ലേ, ഇപ്പം ഞാൻ മാത്രം ഉണ്ടല്ലോ, അപ്പം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചോറ്റാനിക്കരയിൽ വെച്ചൊരു മരണം സംഭവിച്ചു, ഹോട്ടലിൽ വെച്ച് ഞാൻ വന്ന് നോക്കുമ്പോൾ നവാസ. അപ്പം ഇത് ഒരിക്കലും പ്രതീക്ഷിക്കണമല്ലോ. പിന്നെ എന്ത് ചോറ് വെക്കാനാ, എന്ത് കറി വെക്കാനാ, എന്ത് വെച്ചിട്ടത്. ഞാൻ പിന്നെ എവിടെ ഇരുന്നു ടീം മൊത്തം കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയണത്. പിന്നെ എനിക്ക് രാത്രി ചോറ്റാനിക്കര പോകാൻ പറ്റാത്ത അവസ്ഥയല്ലായിരുന്നു. ചോറ്റാനിക്കര ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിരുന്നു. പിന്നെ ഞാൻ പോയത് കളമശ്ശേരി രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ചാനലുകാരൊക്കെ നിൽപ്പുണ്ട്. അപ്പം എന്നോട് ചോദിച്ചൊരു എന്ത് പറയാനാ, ഞാൻ ബൈറ്റ് നോക്കി ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വീട്ടിലേക്ക് എല്ലാ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് നവാസിൻ്റെ മൃതദേഹം പള്ളിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്നിരുന്നത്. അത്രയും ഒരു വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടായി. അയ്യോ, വിശ്വസിക്കാനേ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് ആ വിളി ഈ ചെവിട്ടിൽ കിടക്കേണ്ട ആ ശബ്ദേ അത് പോവില്ലൊരിക്കലും. ഒരു ചിരിയും ഒരു വിളിയുടെ ടോണ് ആരെയും, ഈവൺ ഒരാളെ അല്ല, നവാസിനെ അറിയുന്ന ആളുകളെല്ലാം പറയുന്ന സംഭവം ഇത് തന്നെയായിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നവാസിനെ അറിയും. ഇത് ഈവൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാൻ പറ്റുള്ളൂ. അത് സംസാരിക്കുമ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാവരും പറയുന്നത് എങ്ങനെ, കാരണം വിശ്വസിക്കാൻ പറ്റാൻ ഞങ്ങൾ പലരെയും വിളിച്ച് ചോദിക്കുകയായിരുന്നു ശരിക്കും നവാസ് തന്നെയാണോ എന്നുള്ളത്. അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കാം, ഓട്ടോമാറ്റിക് മാറിപ്പോ. പക്ഷെ ഇത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് അവർ ഇത് പുറത്തേക്ക് വിട്ടത്. എന്നിട്ട് എത്രയോ ആൾക്കാർ ഈ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് അവരുടെ ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് നവാസിനെ പ്രതീക്ഷിക്കണേ ഇല്ല. അത് രാജചേട്ടൻ പറഞ്ഞു, രാജസാഹിബ് ഏട്ടനെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവൻ്റെ പകുതി കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു, അവൻ അഭിനയിക്കുന്നതായി പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെ കണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് കൈ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ നന്ദുവേട്ടൻ്റെ അനിയൻ ശശി പൊതുവാളായിരുന്നു. അപ്പോൾ ശശി എന്നാണ്ട് ഞാൻ മറ്റേ മോർച്ചറിയുടെ താഴെ വെച്ച് സംസാരിച്ചു. അപ്പം ബോഡി കിട്ടിയിട്ടില്ല. എന്താന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുക, എന്താ പറ്റിയേ ഇതാണ്. അപ്പം ശശിയേട്ടനും പറഞ്ഞു, ഞാനും തട്ടി വിളിച്ചു തുടങ്ങി, എണീക്കണം നവാസെ. അപ്പം എന്ന് വെച്ചാൽ ഒരാൾ താഴെ കിടക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്നേഹം എല്ലാവർക്കും പോകണ്ടേ, വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണേ. അപ്പം അത് ശശിയേട്ടൻ പറഞ്ഞു. ശശിയേട്ടൻ പിന്നെ അങ്ങനെ സൈലൻ്റായി. അപ്പം ഞാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇത് ആ റിസപ്ഷനിലേക്ക് വന്ന് താക്കോല് മേടിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ തന്നെ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ താഴെ, ഹോട്ടലാകുമ്പോൾ ഉണ്ടാവും. പക്ഷെ അതല്ല, അതിനൊന്നും ഒരു വരുത്താതെയുള്ളൊരു യാത്രയായിരുന്നു. ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു പോയി. ഞാനൊക്കെ എനിക്ക് ഹോട്ടലിൽ എൻ്റെ കൂട്ടുകാരൊക്കെ വേണ്ടി ഞാൻ അന്വേഷിച്ച് പോയിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും. വന്ന് അസീസും പറഞ്ഞ അസീസിനും ശബ്ദം മിണ്ടാൻ പറ്റുന്നില്ല. കാരണം അസീസ് ഒരുമിച്ചായിരുന്നു ഇവരെ അഭിനയിച്ചു എന്ന് വെച്ചത്. നെടുമങ്ങാട് അസീസ് വീട്ടിലേക്ക് പോയി. പുള്ളി റെഡിയാവാൻ വേണ്ടി 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീട്ടിലേക്ക് പോയി. അതായിരുന്നു അറിവിട്ടോ. ഞാൻ ശരിക്കും ചോറ്റാനിക്കല്ല ടോട്ടലി അതിനകത്ത് എല്ലാത്തും വന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയായിരുന്നു. പക്ഷെ ഒരു ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു. അതെ, പരിചയമുള്ളവരും അത് തന്നെ പറയുന്നു, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അത് ഇന്നും നമ്മുടെ അത് ഒരിക്കലും ആള് പോയിട്ടില്ല, പോകാൻ പറ്റില്ല. നിയാസിക്കയെ കുറിച്ചും ആളുകൾ അതാ പറയുക. കാരണം നിയാസിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അത് നിയാസിൻ്റെ മക്കളുടെ വിവാഹമാണെങ്കിൽ എല്ലാം ഈ കളമശ്ശേരിയിൽ വെച്ചാൽ നടത്താറ്. ഇപ്പം ഞാൻ ടോട്ടൽ അവിടെ ഉണ്ടാവും, മോളുടെ ഒക്കെ നടത്തുമ്പോഴും. അപ്പം അതെന്ന് വെച്ചാൽ
എന്താ പറയുക, ആ ഒരു ബന്ധമുണ്ടല്ലോ, അത് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല. കാരണം നവാസുക്കയും നിയാസുക്കയും അവർ രണ്ടുപേരും ബ്രദേഴ്സിനെ പോലെ, കൂട്ടുകാരെ പോലെയാണ്. കൂട്ടുകാരാണ് ശരിക്ക്. ഇക്കാക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ എത്രയോ സ്റ്റേജ് ഷോ ഉണ്ട്, അങ്ങാടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അല്ലേ നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ നിയാസ് ഇത് ഉൾക്കൊണ്ടു എന്നെനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടണല്ലോ. കെട്ടിപ്പിടിച്ച് ഞാൻ നിയാസോട് പറഞ്ഞു, പക്ഷെ എന്ത് പറയാൻ പറ്റും, ഒരു കെട്ടിപ്പിടുത്തലെല്ലാം ഉണ്ട്. നിയാസ് എന്നെ പിടിക്കുന്നു, ഞാൻ നിയാസ്, ഒരു ബന്ധങ്ങൾ, ഒരു കലാ ഫാമിലി. ബാപ്പിച്ചാണെങ്കിൽ ഇന്നും ഓർക്കുന്ന ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ട് മൺമറഞ്ഞു പോയ അബൂബക്കർക്ക, അവരുടെ 2 മക്കൾ ഇന്നും നമ്മുടെ മലയാളത്തിൻ്റെ അറിയപ്പെടുന്ന 2 വ്യക്തിത്വങ്ങൾ. ഒരാളുണ്ട് കേട്ടോ, ഞാൻ അവൻ്റെ പേര്, പക്ഷെ അവനും ആർട്ടിസ്റ്റാണ്. അവൻ്റെ കല്യാണത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പം ഫാമിലി വെച്ച് നോക്കുമ്പോൾ ആ ഒരു ബന്ധം നമുക്ക് മറക്കാൻ പറ്റില്ല എപ്പോഴാണെങ്കിൽ. എനിക്ക് പോകണമെന്ന് വെച്ചാൽ വേറെ നിയാസിൻ്റെ വീട്ടിലേക്കാണ്. നിയാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നവാസിൻ്റെ വീട്ടിലൊന്ന് പോകണം, ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് പോകണം. അപ്പം 2025 ഓഗസ്റ്റ് 1 നമുക്കത് മറക്കാൻ പറ്റില്ല. ഓഗസ്റ്റ് 1 ആയിരുന്നില്ല, 2025 ഓഗസ്റ്റ് 1. ശരിക്കും അങ്ങനെ കാണുക എന്ന് പറയുന്നല്ലേ, അങ്ങനെ ചലനം ഒറ്റ കിടക്കുന്നത് കാണുക എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തർ അതാ പറയുന്നത്. അങ്ങനെ കാണാൻ നവാസിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണാതെ മാറിയുന്നവരെ അവിടെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം മിക്കവരും ഉണ്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകൂല. കാരണം അത് അവരുടെ ഇതായിരിക്കും. കാരണം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ നടന്നും പാടിയും ഓടിയും നടക്കുന്ന ഒരു നവാസിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാനങ്ങനെ തന്നെ, ഞാൻ നേരെ തിരിച്ച, ഞാൻ നേരെ പോകും, കാണും. കാരണം എന്താ അത്രയും കൂടി പടച്ചോൻ്റെ ഇത് കിട്ടുമെന്നാണ് പറയണേ. ഞാൻ വായിച്ച അത്രയും ആൾക്കാർ വരുമ്പോൾ അത്രയും ഉന്നതങ്ങളിലേക്ക് ആളെ സ്വർഗരാജ്യം കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ വായിച്ച ചരിത്രവും അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. അത് വീട്ടിലാണെങ്കിലും പള്ളി മേടയിലാണെങ്കിലും പള്ളി നമ്മുടെ കബറടത്തിൻ്റെ സ്ഥലത്താണെങ്കിലും പിന്നെ ഈ നമ്മുടെ ഇവിടെയാണെങ്കിലും മോർച്ചറിയിൽ കളമശ്ശേരിയിലാണെങ്കിലും അത്രയും ജനപ്രവാഹം ഉണ്ടായിരുന്നു. അത് നേടിയെടുക്കണമെങ്കിൽ വലിയ പണിയാണ്. ഇപ്പോഴും ആളുകൾ നമ്മളെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് വീഡിയോ ആക്കി ഇടുമ്പോഴും ആളുകൾ അതിൻ്റെ അടിയിൽ പറയുന്നത് വല്ലാത്തൊരു വേദന, ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ വല്ലാത്തൊരു വേദനയാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഒരു അറിയാത്ത ആളുകൾ പോലും അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം നടന്നപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി എന്നുള്ളത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത് പഴയ കാലത്ത് പിന്നെ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നില്ല, അദ്ദേഹം കുറച്ചുകൂടി ആഗ്രഹിച്ച വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. തീർച്ചയായിട്ടും. കാരണം അത് നേരത്തെ ഫ്രെയിമിലേക്ക് സിനിമയിൽ വരേണ്ട ഒരാളായിരുന്നു എൻ്റെ ഇതിലിട്ട. ഞാനും ഈ ഹരിശ്രീമാട്ട് എന്നൊരു പേരുണ്ടാക്കിയെടുത്തത് നമ്മൾ സ്വന്തം കഴിവുകൊണ്ടും ഇത് തന്നെ. മാത്രമല്ല എനിക്കൊരു ചെറിയൊരു ഇങ്ങനെ വന്നപ്പോൾ ഈ എന്താണ് സിനിമാല എന്ന് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും മാറ്റി പറയാം. സിനിമാല എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു അവിടെ ഏഷ്യാനെറ്റിൽ. അതിലൂടെയാണ് ഈ എന്നെ ഹരിശ്രീ മാർട്ടിനാക്കി മാറ്റിയത്. എൻ്റെ ഡയറക്ടർ അറിയാൻ പറ്റും, പ്രിൻസിക്ക് അറിയാം, ഡയാന സിൽവസ്റ്റർ. അപ്പം അങ്ങനെ അതിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട്. കലാഭവൻ എന്ന് പറയുന്നതിനുണ്ട്. അതിനുശേഷം ഞാൻ ഹരിശ്രീയിൽ വന്നിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രിൻസി ചോദിച്ച പോലെ തന്നെ അറിയാത്ത ആൾക്കാർക്ക് കൂടി ഒരു വിഷമം തോന്നുന്ന വിധത്തിലാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നവാസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത പ്രോഗ്രാംസിൽ ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ വെറുതെ നോക്കുമ്പോൾ അത് വന്നിട്ടുണ്ട്, നവാസ് ചെയ്തിട്ടുണ്ട്. അത് വൈഡാ. അത് ഇപ്പോഴാണല്ലേ ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. ആദ്യമേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ന് തോന്നിയില്ല. അല്ല, അത് എന്താ പറയുക, ഞാൻ നേരത്തെ പോയിന്റിലേക്ക് ഇത് മാറിപ്പോയത് സിനിമയുടെ സംഭവത്തിൽ. കാരണം അത് അദ്ദേഹത്തിന് കിട്ടുന്ന വേഷങ്ങൾ ഇതെല്ലാം ചില ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ സിനിമ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ഇത് നവാസാണെങ്കിൽ ഒന്ന് കളിക്കാനാട്ടോ. അല്ല, അത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ അത്. പക്ഷെ അത് വേറെ ആൾക്കാർ ഒന്ന് ചെയ്തു പോയിട്ടുണ്ടാവും. അതല്ല, അപ്പം അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. പിന്നെ മാത്രമല്ല, ഇനി എൻ്റെ ഒരു പോളിസി വെച്ചിട്ട് നവാസും അത് അനുകരിച്ചൊന്നും അറിയാമോ. എൻ്റെ ഒരു പോളിസി അറിയുമ്പോൾ ഇടിച്ചു കയറില്ല, ഞാൻ ഇടിച്ചു കയറാത്ത മനുഷ്യനാണ്. അത് എപ്പോഴും ശരിക്കും അതാ വേണ്ടതെന്ന് പറയണേ. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, അവസരങ്ങൾ തുടങ്ങണ്ടല്ലോ, പണം തുടങ്ങുന്നുണ്ടല്ലോ, അതാണ്.
അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ്. പക്ഷെ അത് നവാസിന് എനിക്ക് തോന്നുന്നു കുറവാന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചിട്ടില്ല എന്ന് അറിയുന്നവർ പറയുന്നത് അങ്ങനെ അങ്ങനെ അല്ല, അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർ അദ്ദേഹത്തിന് പറ്റിയ വേഷം കൊടുത്താൽ ഇത് ഉഗ്രനായിട്ട് മനോഹരമായിട്ട് ചെയ്തു വരുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതും ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ്. എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ദിലീപായിട്ട് പരിചയമില്ലേ, ഇവരായിട്ട് പരിചയമില്ലേ, ഞാൻ പരിചയമുണ്ട്, അവർ തിരക്കിലല്ലേ, മനസ്സിലായിരുന്നു. ആ സമയത്ത് അവർ 100 കൂട്ടം പരിപാടികളുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നമ്മളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഒരല്പം പിൻവലിവ്, അതൊക്കെ തന്നെയാണ് എനിക്ക് സംഭവിച്ചു പോയത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതല്ലട്ടാ, വിഷമക്കാരനല്ല, ഒന്നുമല്ല. പക്ഷെ അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു കാറ്റഗറി നവാസ് ഉപയോഗിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കേണ്ട ആളല്ല ശരിക്കും. തവണ ഇപ്പം മരിച്ച് മുകളിൽ നിൽക്കണമെങ്കിലും എത്രയോ ക്യാരക്ടേഴ്സ്, നാട്ടുപട്ടി മച്ചാനായിക്കോട്ടെ, കൊടകര എന്ന് പറഞ്ഞ സംഭവം അത് മറക്കൂല ജനം അല്ലേ. ആ സാധനങ്ങളൊക്കെ നവാസ് ഹിറ്റ്ലർ പ്രദേശ് അങ്ങനെ പടങ്ങൾ എടുത്തു പോയി. പിന്നെ അവസാനം ഈഴ, രണ്ടുപേരും ചെയ്ത ഈഴ, അതെനിക്ക് ഇട്ട് തന്നായിരുന്നു. പോയി ഞാൻ കാണുകയും ചെയ്തു, പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു. അതൊക്കെ എത്രയാ ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കി രഹനയും നവാസുമായിരുന്നു ഒന്നുകൂടെ. അതുവരെ ആൾക്കാരും നോക്കണില്ലല്ലോ, എല്ലാരും വേറെ ഇല്ലായിരിക്കും. പക്ഷെ അസാധ്യമായിട്ട് ചെയ്തേക്കണ ക്യാരക്ടേഴ്സ്, സീനും. അത് മാത്രമല്ല ആ ഒരു എന്താണ് നീലാകാശം നിറയെ, അതാണ് രണ്ടുപേരും ഒരു കോമ്പിനേഷൻ ഫസ്റ്റിൽ വന്ന ഒരു പടം. നീലാകാശം നിറയാൻ തോന്നട്ടെ, അതായിരിക്കും ആണാണ്. അപ്പം അതിലൂടെ വന്ന ആൾക്കാർ വിവാഹിതരാകുന്നു, 3 കുട്ടികൾ, പിന്നെ അത് ഈഴാന്ന് പറഞ്ഞ പടം വരുന്നു. അപ്പം ആളുടെ ഒരു തോണി മുന്നോട്ട് നീങ്ങി തുടങ്ങി. കാരണം മീൻസ് അതായത് ഹാട്രിക് അടിക്കുന്ന ടൈമാണ്. ആക്റ്റീവായി തുടങ്ങിയ ഒരു സമയമായിരുന്നു അല്ലേ സിനിമ. ആക്റ്റീവ് മാത്രമല്ല, ഹാട്രിക് അടിക്കാനുള്ള ടൈമാണ്. കാരണം വേറെ പടങ്ങൾ പറഞ്ഞെന്ന് പറയുകയും ചെയ്ത 2-3 പടങ്ങൾ ഉണ്ടായിരുന്നു കമ്മിറ്റ് ചെയ്തല്ലേ. പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ ചിലർ പറയും ഇത് ക്ലീശ ഡയലോഗെന്ന് പറഞ്ഞാൽ എന്താണ്, മരണം കോമാളിയാണ്, തട്ടിയെടുത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹദൂറൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ പറയും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ബോധമില്ല. കാരണം നവാസ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എത്രയോ പോലെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, സമാധാനിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് മുകളിൽ ദൈവം കൊടുക്കും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇന്നും നിൽക്കുന്നത്. ഒരിക്കലും മറക്കില്ല. കാരണം ഇപ്പം മായുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം അനുസ്മരണം നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയും ഇപ്പോൾ പള്ളിയിലാണെങ്കിലും ആ സമയത്ത് മോർച്ചറിയുടെ പരിസരത്താണെങ്കിലും നിറയെ കലാകാരന്മാരെ കണ്ടിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. പകുതിക്ക് വരെ വന്നിട്ട് എത്താൻ പറ്റിയില്ല. കബളക്കം 4:30 മുതൽ 5:30 വരെയുള്ള 1 മണിക്കൂർ 1 ഹവറായിട്ടേ ഉള്ളൂ. ഇവിടെ കായംകുളം, കൊല്ലം, കരുനാഗപ്പള്ളി അവിടെ നിന്നുള്ള എനിക്ക് പോണെന്ന് വിളിയോട് വിളിയായിരുന്നു. എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു ഇല്ല, അവിടെ നിന്നൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ആവില്ല, ഇപ്പം വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ തിരിച്ച് വീട്ടിൽ വെക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒത്തിരി ഒരു കോള് വന്നപ്പോഴും അപ്പം അത്രയും പേര് അവിടെ അവർ ലൊക്കേഷനായിക്കോട്ടെ ഇതിൽ വർക്കിലാണെങ്കിലും വന്നെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ. അപ്പൊ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്നവർക്ക് അറിയാം, കാരണം ആലുവയാണ്, എനിക്ക് പള്ളി അറിയാം, വീടറിയാം. അപ്പൊ ഇതൊക്കെ എന്നോട് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു മോനെ ഓടിയെത്താൻ പറ്റില്ല, കാരണം അപ്പോഴേക്കും മറവ് ചെയ്യും എന്ന് വരെ ഞാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഇനിയിപ്പോ ഈ അനുസ്മരണ യോഗത്തിന് ഉണ്ടാവും. ടീനിച്ചേട്ടനൊക്കെ എഴുതിയൊരു കുറിപ്പുണ്ടായിരുന്നു. കാരണം അവിടെ കയറി ചെല്ലുമ്പോൾ കണ്ടത് നവാസിന്റെ ചെരുപ്പുകളായിരുന്നു. അതോടുകൂടി ഞാൻ വായിച്ചു, ഞാൻ കണ്ടു. ഞാനിതിന് തമ്മിൽ സംസാരിച്ചില്ലായിരുന്നു. മീൻസ് അതോ ഞങ്ങൾ ആലുവാണ്, ടിനിയും ആലുവാണ്. നവാസ് പാലൂരിലേക്ക് വന്നു ഞാൻ മതി. ഇതെങ്ങനെ പരസ്പരം എന്ത് പറയും? ഒരു വാക്കല്ലേ ഉള്ളൂ നവാസ് പോയിട്ടോ, അത് പറയാവുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീറ്റിങ്ങിന് എല്ലാവരും കാണും, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കണം. ഞാൻ അല്ലാതെ ഒരു വിഷമം തോന്നിയൊരു അങ്ങനെ ആ ഒരു അവസ്ഥ തന്നെയാണല്ലേ. ഞാൻ വിളിച്ചിരുന്നു, നമുക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഇത് അത് ഓർത്തിരുന്ന് സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല. വിശേഷങ്ങൾ മീൻസ് എന്താണ് എന്ന് ഞാൻ യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു സ്ഥലം വരാട്ടോ എന്ന് പറഞ്ഞു. ആ വാനിച്ചേട്ടാ വാ
നിയാസിക്കയുടെ അവസ്ഥ തന്നെയാണ് ഇത്, ഉൾക്കൊള്ളാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായിരിക്കും അല്ലേ? അത് നിയാസിക്ക മാത്രമല്ല, ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഓർത്ത് രഹനയുടെ മുഖം കുഞ്ഞുങ്ങളുടെ മുഖമാണ് പെട്ടെന്ന് വന്നത്. നിയാസ് അത് അത്രയും ഇവര് അത്രയും ചേർച്ചയുള്ള ആൾക്കാരായിരുന്നു. അത് എന്താണോ ദൈവം ചില സമയങ്ങളിൽ ഇങ്ങനെ ചെറിയൊരു തമാശ കാണിക്കുന്നതാണോ, ഞങ്ങൾ തമാശക്കാരായതിൻ്റെ പേരിലാണോ എന്ന് അവരെ സംശയിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എന്നൊരു സാധനം അടിവരെ ഇട്ട് പറയാൻ ഈ മനുഷ്യൻ ഇട കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് ഒരു ബിരിയാണിയുടെ ഒരു സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞങ്ങളുടെ മിമിക്രിയുടെ ഒരു എന്താണ് ജനറൽ ബോഡിക്ക് നവാസിന്റെ ബിരിയാണി ആയിരുന്നു. മീൻസ് അത് ബിരിയാണി ആ ബിരിയാണിയുടെ ഒരു ഫോം തുടങ്ങിയായിരുന്നു. അത് ഇവര് തമ്മിൽ തന്നെ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ ഇതിൽ തന്നെ ഉൾക്കൊണ്ട് നിൽക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു സൈഡ് ആലോചിക്കണം. അത് ഞങ്ങൾ ഗ്രൂപ്പിൽ മിക്കവരും പറയും, ഇങ്ങനെ നടന്നാൽ മതിയാ, എന്തെങ്കിലുമൊക്കെ നോക്ക്, മിമിക്രി ഒന്നും ഉണ്ടാവൂല എന്നങ്ങനെയൊന്നും പറയും. ആ സമയത്താണ് നവാസ് ഇത് കേട്ടിട്ടല്ല, നവാസ് നേരത്തെ തീരുമാനിച്ചാണ്. ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു ജനറൽ ബോഡി യോഗത്തിന് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും ചോദിക്കും, ഒന്നായിരുന്നു അസലായിരുന്നു പറയും. അത് ഞാൻ പറയാം, വെറൈറ്റീസ് ആണെങ്കിലും ആശയങ്ങളാണെങ്കിലും കൃഷിയിലും ഭയങ്കര കൃഷി അത് അതേ സെയിം സാധനം എൻ്റെ വടക്കാഞ്ചേരി ജീവിച്ച പോലെ തന്നെ ഇത്തിരി പാടവരമ്പും പച്ചപ്പും തെങ്ങ് ഇതൊക്കെ അത് വേണമെന്നൊരു ശാഠ്യം ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് 4 മൈലിലെ വീട് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. പ്രിൻസിപ്പോണോ എനിക്കറിയില്ല, പോയില്ലേ? ആടിനെ വളർത്തിണ്ടായിരുന്നു. ആടിൻ്റെയൊക്കെ ഫോട്ടോസ് ഞങ്ങൾ വിട്ടുതരും. ആളൊരു തലയിൽ ഇറങ്ങി തനി കർഷകനായിട്ട് അങ്ങനെ ഒരു ഓൾറൗണ്ടറായിരുന്നു. അതുപോലെ എല്ലാവരോടെയും വിശേഷങ്ങൾ തിരക്കുമായിരുന്നു. അത് രാജേട്ടൻ എല്ലാവരും അവര് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട്, എന്തുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും തിരക്കും, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, എല്ലാം തിരക്കും. ആ പുള്ളിയുടെ നല്ല കാലങ്ങളിൽ പുള്ളി നന്നായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തേ പറ്റുമോ. അത് സഹായങ്ങൾ കൈപ്പറ്റിയ ആൾക്കാർ ഒരിക്കലും മറക്കൂല. അത് 4 വരെ അറിയിച്ചിട്ടൊന്നുമല്ല. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരാളെ വിളിക്കൂലേ, അതിന് വിളിച്ചു കഴിഞ്ഞാൽ കൈയൊഴിയില്ല എന്നുള്ള വിശ്വാസത്തോട് വിളിക്കാൻ പറ്റിയ ഒരാളായിരുന്നു നവാസ്. എൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കേട്ടത്. നമ്മുടെ കൊച്ചു പ്രദീപുണ്ട്, പ്രദീപുകൾ കുറേ ഉണ്ട്. കൊച്ചു പ്രദീപിൻ്റെ കൊച്ചിൻ്റെ എന്തൊരു നമ്മളൊന്നും അറിയില്ല, നമ്മളെല്ലാവരും ഓട്ടമുള്ളൂ. അപ്പം അത് നവാസിനെ വിളിക്കുമ്പോൾ നവാസ് സഹായം ചെയ്തു കൊണ്ട് അവൻ്റെ കണ്ണീരോടെയുള്ളൊരു പറച്ചിൽ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യ സ്നേഹിയാണ് എന്ന് പറയാ. ഇപ്പം എല്ലാം വേറൊന്നല്ല, ഇത് ഒരാൾ വഹിക്കുമ്പോൾ ഒരുപാട് കാര്യം പറയാൻ പറ്റും, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആൾക്കാരും അവരാരും മനുഷ്യരല്ല. ഇപ്പം ഞാൻ ഇത്രയും വികാരത തന്നെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ പിടിച്ചു വെക്കണേ ഇപ്പം അത്ര ഞാൻ നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യരെ നമ്മൾ അങ്ങനെ ആയിരിക്കണം, ജീവിക്കേണ്ടതും ഇവിടുന്ന് വിട പറയേണ്ടതും അതെല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കണം. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു വിഷമം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെക്കുറിച്ച് ഓർത്തായിരിക്കും പുള്ളിയുടെ വിഷമം ഇപ്പം.